ഇന്നലെ വാർത്താക്കുറിപ്പായിട്ടും ഇന്നിപ്പോൾ പ്രതികരണമായിട്ടും വാർത്താ സമ്മേളനമായിട്ടും അദ്ദേഹം പറയുന്നത് കണ്ണൂരിലെ ചില അപജയങ്ങളെക്കുറിച്ചാണ്. കണ്ണൂരിൽ CPM-നെ തിരുത്തിക്കൊണ്ടുള്ള ഈ രീതിയിൽ പോയിക്കൂടാ എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ തുറന്നു തന്നെ നടത്തുകയാണ്. ഈ CPI-യുടെ കുറേ കാലത്തിനിടയ്ക്കുള്ള ആദ്യമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് വേണം കാണാൻ. താങ്കളെപ്പോലുള്ളവർ അതിനോട് യോജിക്കുന്നില്ല എന്നാണോ, അതോ മന്ത്രിയായതുകൊണ്ടുള്ള എന്താ പറയുക പറയാതിരിക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ CPI-ക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണല്ലോ. സ്മൃതി, എന്താണ് കാര്യത്തിലൊരു സംശയം? കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം കേട്ടത് എന്ന് സ്മൃതി പറയുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയേണ്ട വിഷയം ഉണ്ടാകുന്നത് എന്ന വിധത്തിൽ അതിനെ കാണണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റിയും അതിൻ്റെ നിലനിൽപ്പും ഉണ്ട്. ഏത് ഘട്ടത്തിലാണോ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ ഘട്ടത്തിലെല്ലാം പറഞ്ഞ അനുഭവമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഞാൻ മന്ത്രി എന്ന നിലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതല്ല. 8, 9, 10 തീയതികളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ കൂടിയ ആകെ റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട്. തീർച്ചയായും 8, 9, 10 തീയതികളിൽ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ DC-കൾ നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ പറയും. അതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന നിലയിൽ 2 പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടത് പറയും. നിങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും പറയേണ്ടത് മറയില്ലാത്ത വിധം ഞങ്ങളത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആകെ റിസൾട്ടോ CPI-യുടെ സമീപനമോ കണ്ണൂർ വിഷയത്തെക്കുറിച്ച് ഉള്ളത് മാത്രമാണ് എന്ന് കരുതണ്ട. ബാക്കി പല വിഷയങ്ങളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. അത് 14 ജില്ലാ കമ്മിറ്റികളുടെ യോഗത്തിന് ശേഷം ഞങ്ങൾ പറയും. ശ്രീ കെ രാജൻ, അപജയം സംഭവിച്ചിരിക്കുന്നത് CPM-നാണ് എന്നൊരു അഭിപ്രായം CPI-ക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വയം വിമർശനപരമായ പ്രതികരണമല്ലല്ലോ അദ്ദേഹം നടത്തിയത് വാർത്താ സമ്മേളനത്തിലാണെങ്കിലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായി തിരുത്തേണ്ട കാര്യങ്ങൾ പറയുന്നത് CPM-നെ കുറിച്ചാണ്. അല്ല, അപജയം സംഭവിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ CPM-നെ കുറിച്ചാണ് എന്ന് CPI-ക്ക് ധാരണയുണ്ടെങ്കിൽ സ്മൃതി ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പച്ചയ്ക്ക് ആ കാര്യം പറയേണ്ടി വന്നാൽ പറയും. പക്ഷെ അത് ആലോചിക്കാനുള്ള ഞങ്ങളുടെ കമ്മിറ്റി, അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഞങ്ങളുടെ കമ്മിറ്റി ഒന്ന് കൂടാനുള്ള സമയമെങ്കിലും റിപ്പോർട്ടർ അനുവദിച്ചു തരണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ യോഗം കൂടാണ്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അല്ലല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. യോഗം കൂടി ചർച്ച ചെയ്യേണ്ട വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. സെക്രട്ടറി പറഞ്ഞ വിഷയം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ്. അതിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെയാണ് CPI-യുടെ അഭിപ്രായം, കേരളത്തിലെ എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ ആ ഒറ്റ അഭിപ്രായമേ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് CPI-ക്ക് ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനിയും പല വിധത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ അഭിപ്രായങ്ങളുണ്ട്. അത് ഞങ്ങളുടെ കമ്മിറ്റി കൂടിയാൽ ഞങ്ങൾ പറയും. ഒരു നിമിഷം മിനിസ്റ്റർ കെ രാജൻ, തൃശ്ശൂര് ഉല്ലൂരും BJP മുന്നിലെത്തുന്ന ഘട്ടമുണ്ടായി. ഇരിങ്ങാലക്കുട, കരുവന്നൂരിൽ നിൽക്കുന്ന ഇരിങ്ങാലക്കുടയിൽ BJP മുൻപിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൽ കരുവന്നൂര് പാർട്ടിയെ സുനിൽകുമാറിനെ ദോഷകരമായി ബാധിച്ചു. പക്ഷെ ഉല്ലൂരിൽ എന്താണ് സംഭവിച്ചത്? അല്ല അരുൺ, ഒല്ലൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് കണക്ക് അരുണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒല്ലൂരിലെ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. എപ്പോഴും 2 തവണകളിലൊഴികെ 50 വർഷക്കാലത്തിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നൊരു മണ്ഡലമാണ് ഒല്ലൂർ മണ്ഡലം. 91-ലും 96-ലും 2 ഘട്ടത്തിലാണ് ഒരേ സമയം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ ആളുകൾ തന്നെ വോട്ടിട്ട അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പല ഘട്ടങ്ങളിലാണ്. നിയമസഭ ഒരു ഘട്ടത്തിൽ നടക്കും, ലോക്സഭ ഒരു ഘട്ടത്തിൽ നടക്കും. 96-ൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ ആളുകൾ വോട്ട് ചെയ്ത് 2 വ്യത്യസ്തമായ പെട്ടികൾ ഇട്ട ഒരു അനുഭവം. ആ 96-ലെ തെരഞ്ഞെടുപ്പിൽ 5680 വോട്ടിന് CN ജയദേവൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നപ്പോൾ അതിനുശേഷം അതേ ആളുകൾ തന്നെ വോട്ട് ചെയ്തപ്പോൾ
ലോകസഭയിലേക്ക് കെ കരുണാകരന് 3000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. ജയിച്ചത് വി രാഘവനാണെങ്കിലും വി രാഘവൻ അങ്ങനെ ജയിക്കുമ്പോഴും CPIയുടെ MLA യെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA യെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത ഉല്ലൂരിലെ ജനങ്ങൾ ലോകസഭയിലേക്ക് കരുണാകരന് കൂടുതൽ വോട്ട് കൊടുത്ത അനുഭവമുണ്ട്. എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ സാധാരണ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടക്കാലത്ത് അനുകൂലമായും അല്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രപ്പനും ജയദേവനും അനുസരിച്ച 2 ഘട്ടങ്ങളിലൊഴികെ ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായും വിധിയുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ഉല്ലൂർ നിയോജക മണ്ഡലം. ഞാനിത് പറയാൻ കാരണം ആ കണക്കനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതെങ്കിൽ ഞങ്ങൾ സാധാരണ നിലയിൽ BJPക്ക് മുന്നേറ്റമുണ്ടായാൽ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടവരല്ലേ? അങ്ങനെ പോയില്ലല്ലോ. ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ലഭ്യമായതിനേക്കാൾ എത്രയോ ഏറെ വോട്ടുകളാണ് പുറകോട്ട് പോയത്. അങ്ങനെ പോകാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? കോൺഗ്രസ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് തിരുത്തേണ്ട അനുഭവം ഉണ്ടാകുന്നത്? തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് മറ്റൊരു ഘട്ടമാണ്. തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ജനവിധി അംഗീകരിക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഗുരുവായൂർ ഒഴികെ 6 നിയോജക മണ്ഡലത്തിലും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഏത് കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ തവണ 2019 4,14,000 വോട്ട് കിട്ടിയ കോൺഗ്രസ് എന്തുകൊണ്ട് 3,20,000 എന്ന നമ്പറിലേക്ക് തിരിച്ചുപോയി? ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 17,000 വോട്ട് അധികം വന്നു എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണ്ടേ? നിയമസഭയിലും ലോകസഭയിലും 2 അനുഭവമാണെന്ന് ഞാൻ നേരത്തെ പറയാനുണ്ടായ കാരണം അതാണ്. നിയമസഭയിൽ ഉണ്ടാകുന്ന മറ്റൊരു അനുഭവമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഗുരുവായൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പൊ പൊന്നാനിയിലെ കാൻഡിഡേറ്റ് ആയിരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയ ഒരു ഇലക്ഷൻ. മണലൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ ഇപ്പോൾ CPMന്റെ പ്രവർത്തകനായി മാറിയ ഒരു 3 വർഷക്കാലത്തെ അനുഭവം. ഇതൊക്കെ വെച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് കണ്ടത്. പുണ്യ ബാലകൃഷ്ണന് നല്ലതുപോലെ അറിയാൻ ഞങ്ങളത് സംസാരിച്ചിട്ടുള്ളതാണ്. 50 വർഷക്കാലത്തിനിടയിൽ ഒല്ലൂരിൽ ഒരു തവണ പോലും ഒരാൾ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയോ, ഒരു 1970 മുതലുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു നിയമസഭാംഗം 5 വർഷക്കാലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാറില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല സമീപകാലത്ത്. PR ഫ്രാൻസിസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അന്ന് ഈ ഒല്ലൂരിന്റെ ഘടന ഇങ്ങനെയല്ല. രണ്ടാമതൊരു തവണ വീണ്ടും ആ ചീത്ത പേര് മാറ്റാൻ അവസരം ഉണ്ടായത് എന്നിലൂടെയാണ്. അപ്പൊ കിട്ടിയ വോട്ട് ലോകസഭയിലെ വോട്ടായിട്ട് നമുക്ക് പരിഗണിക്കാനാകില്ല. അപ്പൊ ആ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടായ ഗൗരവമായിട്ടുള്ള ശിഥിലീകരണം സീരിയസ് ആയ ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകൾ ലഭ്യമായില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് തുടർച്ചയായ അന്വേഷണത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തൃശ്ശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകമായി നേതൃത്വം നൽകും. അതിൽ പാർട്ടിക്ക് പറയേണ്ട അഭിപ്രായം 8, 9, 10 തീയതികളിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം CPIക്ക് പറയേണ്ട എല്ലാ അഭിപ്രായങ്ങളും കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ നിലപാടായി നിങ്ങളോട് പറയും എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. ശ്രീ കെ രാജൻ, വയനാട്ടിൽ ബൈ ഇലക്ഷൻ വരികയാണല്ലോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആനി രാജ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്ത് നാഷണൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധിയാണോ അല്ല സ്ഥാനാർത്ഥി? CPIൻ്റെ സീറ്റാണല്ലോ ശരിക്കും വയനാട് എന്ന് പറയുന്നത്. അപ്പം പ്രിയങ്ക ഗാന്ധിക്കെതിരെ, ഇന്ത്യ മുന്നണിക്കെതിരെ CPIൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർബന്ധമായിട്ടും അവിടെ വേണമല്ലോ. അപ്പം അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയല്ലല്ലോ. ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടിയാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. അവർക്കെതിരെ CPI മത്സരിക്കുമ്പോൾ നിങ്ങൾ ആരെയായിരിക്കും സ്ഥാനാർത്ഥിയാക്കുക? ഒരു വലിയ നേതാവിനെ തന്നെ വേണ്ടി വരില്ലേ അവർക്കെതിരെ ഒരു ഫൈറ്റ് കേരളത്തിൽ കൊടുക്കുക എന്നുള്ളത്? അപ്പോൾ ആരെയായിരിക്കും നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക? 14 വർഷക്കാലത്തെ അനുഭവം റിപ്പോർട്ടർ മറന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും സാധാരണ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കകത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു അവസരം
റിപ്പോർട്ടർ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അനുവദിച്ചു തരണം എന്നാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് ഇപ്പം ജനങ്ങളോട് നടത്തിയിട്ടുള്ളത് ഒരു അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം നേരത്തെ മത്സരിച്ചിട്ടുണ്ട് 2 സീറ്റുകളിലെ ആളുകൾ. ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാളയിൽ അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി അദ്ദേഹം നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചിട്ടുണ്ട്. 2 സ്ഥലത്തും തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് അവസാനത്തെ തവണ 2 മണ്ഡലങ്ങളിൽ. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഞാൻ ആ മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്ന് പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചങ്കൂറ്റം ഉണ്ടായില്ല? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തില്ലേ? രാഹുൽ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ ഇന്ത്യ മുന്നണിയോടോ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ എങ്ങനെ എന്നല്ല. രാഹുൽ ഗാന്ധിക്ക് പറയാലോ, റായ്ബറേലിയിലും വയനാട്ടിലും ഞാൻ മത്സരിക്കുന്നു, 2 സ്ഥലങ്ങളിലും ഞങ്ങൾ കൂട്ട് ചെയ്യണം, ഏതാണ് ഒഴിവാക്കേണ്ടത് എന്ന് ഞങ്ങളുടെ പാർട്ടി പിന്നീട് കൂടി തീരുമാനിക്കും. 26-ാം തീയതി തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും പൂർത്തീകരിക്കും വരെ മെയ് മാസം അവസാനിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സീറ്റിൽ കൂടി ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പോലും ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ എന്താണ് കോൺഗ്രസിനുണ്ടായിരുന്ന ഭയം? അപ്പോൾ സാധാരണ നിലയിൽ വയനാട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് സാധാരണ നിലയിലുള്ള സംഘടനാ ഭൂരിപക്ഷം കൊണ്ട് തെരഞ്ഞെടുപ്പിലുള്ള ഞങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് എന്തും ചെയ്യാം, മുസ്ലിം ലീഗിനെ പോലെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി അതിന്റെ കൊടി പോലും അവതരിപ്പിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ മത്സരിച്ചാലും അണികൾ ഞങ്ങളോടൊപ്പം നിൽക്കും, ആരെയും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാം. അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഹങ്കാരം കാണിച്ചാൽ അതിന് വയനാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം, അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരണ. അപ്പം അതിൽ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളോട് കാണിച്ച ഈ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുക, ആ രേഖപ്പെടുത്തിയ അഭിപ്രായ പ്രകടനം ശരിയായ വിധത്തിൽ ജനങ്ങളുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ കഴിയുക, 5 വർഷക്കാലം വയനാട് അനുഭവിച്ചു വന്ന മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പരസ്പര കോൺഫ്ലിക്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതിരുന്ന നിലപാടിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം കുറെ കൂടി ആഴത്തിൽ ബോധ്യപ്പെടുത്തുക, ഇതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കും. വലിയ ഗൗരവത്തോടു കൂടി തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുകയും ചെയ്യും.